കടലെടുത്ത പ്രതീക്ഷകളുടെ കഥകളാണ് കണ്ണാന്തുറ തീരദേശവാസികൾക്ക് പറയാനുള്ളത്. രൂക്ഷമായ കടലാക്രമണത്തിൽ വീടുകൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് പലരും. ചില വീടുകൾ ഭാഗികമായി തകർന്നു. ഓരോ കടൽക്ഷോഭവും തീരദേശവാസികളുടെ ജീവിതം പതിറ്റാണ്ടുകൾ പിന്നോട്ട് തള്ളുകയാണ് ചെയ്യുന്നത്. കണ്ണാന്തുറയിലുള്ള തീരദേശവാസികൾക്കും പറയാനുള്ളത് വേദനിപ്പിക്കുന്ന കുറെ കഥകളാണ്. സംസ്ഥാനത്ത് കടലാക്രമണം രൂക്ഷമാണ്. കടൽക്ഷോഭം രൂക്ഷമായിട്ടും വേണ്ട നടപടികൾ അധികാരികൾ സ്വീകരിക്കാതിരുന്നത് കണ്ണാന്തുറ, കൊച്ചുപള്ളി, പടിഞ്ഞാറെ തീരദേശവാസികളുടെ ജീവിതം ദുരിതത്തിലാക്കി. അപ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ വേണം. ഇവിടെയുള്ള ജനങ്ങൾ ഇപ്പോൾ അമ്മച്ചിമാർ പറയുന്ന കണക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയും ഈ രോഗികൾക്ക് വേണ്ടിയും ഞങ്ങൾ ക്ലേയിനെ പോലെ ഞങ്ങളുടെ അഭിപ്രായത്തിന് ഞങ്ങൾ കല്ലെടുക്കുന്നതാണ്. കല്ലടുക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്കും രോഗികൾക്ക് സേഫ്റ്റി ഇതാണ്. ആദ്യം ഞങ്ങൾക്ക് ഇപ്പൊ സുരക്ഷിതമായിട്ട് ക്ലേ അടിച്ച് തന്നിട്ട് ഞങ്ങൾക്ക് കല്ലടിക്ക് തന്നേ പറ്റൂ. ഞങ്ങൾക്ക് ഈ എൻഡ് തൊട്ട് അങ്ങറ്റ എൻഡ് വരെ ഞങ്ങൾക്ക് കല്ലടിക്കേ പറ്റൂ. മൊത്തം ഞങ്ങൾക്ക് കല്ലെടുക്കണം. ഞങ്ങൾക്ക് കമ്പോലക്കാരെ കാര്യം നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. ഞങ്ങളെ കുട്ടികളെ വാരിയെടുത്തോണ്ട് ഓടാൻ പറ്റൂലമ്മ. ജൂൺ ജൂലൈ മാസങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാകാറുണ്ട്. കർക്കിടകം തുടങ്ങുന്നതിന് മുൻപെങ്കിലും കല്ലിട്ട് സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ജൂൺ ജൂലൈ ആഗസ്റ്റിലാണ് ഈ കടലേറ്റം വരുന്നത്. ഇവർ ഏപ്രിൽ മാർച്ചിലൊക്കെ ഇവർ എന്തെങ്കിലും ഉപകരണം ഞങ്ങൾക്ക് ചെയ്ത് തരേണ്ട അവസ്ഥയാണ്. അവരത് ചെയ്യുന്നില്ല. ഈ സമയത്ത് വന്ന് അവർക്കൊന്നും ചെയ്യാനും പറ്റൂല. അപ്പം ഞങ്ങളുടെ ഭവനങ്ങൾ നഷ്ടപ്പെട്ട് പോട്ടെ എന്നാണ് ഈ ഗവൺമെൻറ് വിചാരിക്കുന്നത്. അപ്പോഴേ ഇവർ ഈ കടലേറ്റ സമയത്ത് വന്നിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് മുമ്പ് ചെയ്യേണ്ടതാണ്. ക്ലേ നിറച്ച ചാക്കുകൾ നിരത്തിയാണ് ഇപ്പോൾ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. ഇവർക്ക് ചെയ്യാമെങ്കിൽ കഴിഞ്ഞ മാസമേ ചെയ്യാമായിരുന്നു. 2 മാസം നമ്മൾ അങ്ങ് വിട്ട് 1 മാസത്തിനാകുമ്പോൾ ഇവർ ഇത് ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ല. പക്ഷെ ഇപ്പോഴും ചെയ്യാമെന്ന് പറഞ്ഞാൽ എത്ര ഇതുകൊണ്ട് ഇവിടെ അടിക്കാലും കല്ലല്ലാതെ എത്ര ക്ലേ കൊണ്ട് ഇവിടെ നിറച്ചാലും അതങ്ങ് അലിഞ്ഞു പോവുകയേ ചെയ്യത്തുള്ളൂ. ചെളി ക്ലേ എന്ന് പറയുന്നത്, ചെളി എന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ കൊണ്ടിടുന്നത് നമ്മളിപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. അത് വന്നിട്ട് കടലിങ്ങനെ കയറി വരുമ്പോൾ കട്ട അലിഞ്ഞു പോകണില്ല. ചെളി അലിഞ്ഞു പോകുന്നതൊക്കെ അത് അലിഞ്ഞു പോകും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് വന്നിട്ട് ചാക്കിൽ അടിച്ച വലിയ തിര വരുമ്പോൾ എന്തൊരു വലിയ ചാക്കാണ് അത് ഒഴുകി പോണത്. വരും ദിവസങ്ങളിലും മഴ കനക്കും. ഇവർക്ക് പുനരധിവാസം ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. ശക്തമായ തിരമാലകൾ തീരം താണ്ടി എത്തിയതോടെ ഒട്ടും സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലാണ് തീരദേശവാസികൾ ജീവിക്കുന്നത്. ദുരിതക്കയത്തിലാണ് തീരദേശവാസികളെന്ന് പറയാതെ വയ്യ. സുരക്ഷിതമായി ഉറങ്ങാൻ ഒരവസരം ഒരുക്കി കൊടുക്കണം, ഇടമൊരുക്കി കൊടുക്കണം എന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ സുനിലിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.